പക്ഷേ ഞാൻ എന്റെ സ്വന്തം കാര്യം പറഞ്ഞ് കരുണാകരൻ സാറിനോട് വഴക്കിട്ടിട്ടുണ്ടെന്ന് കരുണാകരൻ സാറിന് പറയാൻ കഴിയില്ല. ഞാൻ എനിക്ക് വേണ്ടി ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവരിലൊരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ചോദ്യം ചെയ്യും. കാരണം ഇവരെന്റെ സഹപ്രവർത്തകർ മാത്രമല്ല, എന്റെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെയാ. ഇവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജഗ്ഗുവിനെ കയ്യേറ്റം ചെയ്തതെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ മാഡം. നീ എന്തായി കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ നിന്റെ കല്യാണം. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്? ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമല്ലേ? തുറന്നു പറ രേവതി, പയ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതോ വേറെ ആരോടെങ്കിലും നിനക്ക് ഇഷ്ടമുണ്ടോ? എന്താണെങ്കിലും തുറന്നു പറ. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മഹത്യയല്ല പോംവഴി. നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാം നിന്റെ വീട്ടുകാരോട്. ആ പയ്യനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. നീ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് പറഞ്ഞ് നിന്റെ വീട്ടുകാരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ഞാൻ മുൻകൈ എടുത്ത് നടത്തിത്തരാം നിങ്ങളുടെ കല്യാണം. രേവതി, ഞാൻ പറയാറില്ലേ, ഇവിടെയുള്ള എല്ലാവരും എന്റെ കൂടെ പിറപ്പുകളാ. നീ എന്റെ അനിയത്തിയ. സ്വന്തം ചേട്ടനെ പോലെ കണ്ട് നീ നിന്റെ പ്രശ്നം എന്നോട് തുറന്നു പറയണം. ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കി തരാം. അല്ലാതെ ജീവൻ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്.